അമ്മാലെ കുറുമച്ചി. എന്നെ ഒരുപാട് കല്ലെറിഞ്ഞ മനുഷ്യരും എന്നെ കുറ്റപ്പെടുത്തിയ മനുഷ്യരും ഏറ്റവും വലിയ സന്തോഷം നാണോ മാനോ ഇല്ലേ എന്നൊക്കെ ചോദിച്ച മനുഷ്യരെ ഈ ഭാഷ എന്നെ പെറ്റ ഭാഷയാണെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാണിനങ്കര തങ്കട്ടി മധുമ്മള തുണ്ടുകെ, ഓ മാണിനങ്കര തങ്കട്ടി മധുമ്മള തുണ്ടുകെ, ಎಣ್ಣೆಯ ಮಂಜಲ ಕೊಂಡು ಬರೋಡು ಮಾಣಿನಂಗರೆಗೆ, ಅದೆಣ್ಣೆಯ ತಳಿವ ಕೊಂಡು ಬರೋಡು ಚುಕ್ಕಟಿ ನಂಗರೆಗೆ. ಸಂದ ನೋಡದೆ ಸಂದ ನೋಡದೆ ഊത്തോട്ടലമ്പ സന്ത നോടതേ. ഇത് നമ്മുടെ വാമൊഴികൾക്ക് വരികൾ വളരെ കുറവായിരിക്കും. ഇത്രയൊക്കെയുള്ള നമ്മൾ ഏറ്റു പാടും, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് വാമൊഴികളുണ്ട്. ഞങ്ങൾക്ക് കൃഷി സംബന്ധമായാലും ഞങ്ങളുടെ പിന്നെ ഓരോ ആചാരം അനുസരിച്ചായാലും ഒരുപാട് വാമൊഴികളുണ്ട്. തുടക്കം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി ധന്യ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. ചേച്ചിയുടെ തുടക്കം എന്നത് കറുത്ത രാമൻ എന്നൊരു കവിത ഉണ്ടായിരുന്നു. അത് കേരളമാകെ ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിതയായിരുന്നു. ആ കവിതയിലൂടെയാണ് വന്നത്. ആ കവിതയിലൂടെ വന്നതിന് ശേഷം ഇതുവരെ എത്തിയത് വരെയുള്ള ഒരു ചെറിയൊരു അനുഭവം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സ്വദേശം ഞാൻ കാസർഗോഡാണ്. ഇപ്പോൾ 2 വർഷമായി ഇപ്പോൾ ഗുരുവായൂരിനടുത്ത് വൈലത്തൂരാണ് താമസം. ഞാൻ മാവിലൻ സമുദായത്തിൽ നിന്നുമാണ് വരുന്നത്. മാവില തുളു ഭാഷയിലാണ് കവിതകൾ എഴുതുന്നത്. നമ്മുടെ ഗോത്രഭാഷയിൽ കവിതകൾ എഴുതുന്നതിന് മുമ്പ് തന്നെ മലയാളത്തിലായിരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ചും കൂടിയും നമ്മുടെ ഭാഷയിൽ ഗോത്രഭാഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആ ഒരു ഭാഷയിൽ എഴുതണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തത്. ഞാൻ മലയാള സർവകലാശാലയിൽ നിന്ന് MA സാഹിത്യരചന പൂർത്തീകരിച്ചു. നമുക്കറിയാം, മലയാള സർവകലാശാല എന്ന് പറയുമ്പോൾ മലയാള ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പഠനമാധ്യമം മലയാളം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ളൊരു പാഠ്യ രീതിയാണ്. അപ്പോൾ അവിടുന്ന് ഇപ്പോഴും മാതൃഭാഷ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു തോന്നലാണ്, എന്താണ് എൻ്റെ മാതൃഭാഷ എന്നുള്ളത്. മലയാളം എന്നെ സംബന്ധിച്ച് ഒരു 2ാം ഭാഷയാണ്. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ നമ്മുടെ ഗോത്രഭാഷയിൽ സംസാരിക്കും. ഇപ്പം നമ്മളൊക്കെ സംസാരിക്കാൻ നാണക്കേടായിരുന്നു. എൻ്റെ ഒരു ആദ്യം പഠിക്കുന്ന സമയത്തൊക്കെ നല്ല നാണക്കേടായിരുന്നു. കാരണം പലപ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും നമ്മുടെ ഭാഷ സംസാരിക്കുന്നത് കണ്ട് പലരും കളിയാക്കിയിട്ടുണ്ട്. അപ്പം അത്തരം കളിയാക്കലുകളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ബോധപൂർവം നമ്മുടെ ഗോത്രഭാഷ സംസാരിക്കാതാവുകയും മലയാളം മാത്രമേ എനിക്കറിയൂ എന്ന് പറയാനും ഇഷ്ടപ്പെട്ടുന്ന ഒരു ബാല്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഭാഷയെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴാണ് ഭാഷയുടെ പ്രാധാന്യം എത്രമാത്രമാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത്. കാരണം അത്രയും സമൃദ്ധമായിട്ടുള്ളൊരു ഭാഷ ഇനി നമ്മുടെ തലമുറയിൽപ്പെട്ട കുട്ടികൾക്കൊന്നും ഭാഷ സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ വരുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഷ ഉണ്ടാവില്ല എന്ന് തോന്നി. അപ്പം അങ്ങനെ നശിക്കേണ്ടതല്ല ഞങ്ങളുടെ ഭാഷയെന്നും. അപ്പോൾ കുറച്ചൊക്കെ കവിത എഴുത്ത് ശീലം ഉണ്ടായിരുന്ന എനിക്ക് ഒരു പരീക്ഷണം എന്ന അടിസ്ഥാനത്തിൽ ഗോത്രഭാഷയിൽ ഒരു കവിത എഴുതി നോക്കി. അന്ന് ഭൂമി മലയാളം എന്ന് പറയുന്ന 2015 ആ ഒരു സമയത്താണ് തോന്നുന്നു, ഭൂമി മലയാളം എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രസിദ്ധീകരണം സർവകലാശാലയിൽ നിന്നും സാഹിത്യരചന, സാഹിത്യ പഠനം
വിഭാഗത്തിൽ നിന്നും ഉണ്ടായി. കുട്ടികളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും അത് അവരുടെ സാഹിത്യ കൃതികൾ ആവിഷ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ് കവിത അച്ചടിച്ച് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി സന്തോഷമായി. പിന്നീട് പടവുകൾ മാഗസീനിലാണ്, നമ്മുടെ സർക്കാരിൻ്റെ തന്നെയുള്ള പടവുകൾ മാഗസീനിലാണ് ആദ്യമായിട്ട് കവിത, ഗോത്രഭാഷയുള്ള കവിതകൾ അച്ചടിച്ച് വരുന്നത്. അപ്പോൾ 2018-17 ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലായി, ഇങ്ങനെ കൂടുതലും എഴുതി വരുമ്പോൾ നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെയാണ് രാമായണം പോലുള്ള കവിതകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ രാമായണം കവിതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അനുഭവങ്ങളാണ്. നമ്മൾ അനുഭവിച്ച അനുഭവങ്ങളല്ലെങ്കിൽ പോലും നമ്മളെ പൂർവികർ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്നാണ് ആ കവിത ഉണ്ടാകുന്നതും. അപ്പോൾ എൻ്റെ ബാല്യകാലത്തൊക്കെ അച്ഛനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ജന്മിത്ത കാലഘട്ടത്തിൽ അവർ അത്രയും ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിട്ടു പോന്നിട്ട് അത്ര കാലമൊന്നും ആയിട്ടില്ല. എന്നാൽ ഇപ്പോഴും അത് നമ്മളെ വിട്ടോട്ട് പോയിട്ടുമില്ല. അങ്ങനെയുള്ളൊരു സമയത്താണ് ഈ കവിതയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും അതിൽ ആ കവിത ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം അവരനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങളും കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെയാണ്. പിന്നീട് കവിത നമ്മുടെ പൊതു പരിചയപ്പെടുന്നൊരു സെക്ഷനാണ്. അപ്പം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് പിന്നീട് കവിത അവതരിപ്പിക്കാൻ പറ്റുന്ന അവസരത്തിൽ ഈ കവിതയെക്കുറിച്ച് കവിത ചൊല്ലുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അടുത്തതായി ശ്രീ പ്രകാശ് ചന്ദ്രത്തോടാണ് ചോദ്യം. എനിക്ക് കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് പ്രകാശ് ചന്ദ്രത്തിനെ അറിയാം. നമ്മൾ നമ്മളൊക്കെ KLF വേദികളിലും കോഴിക്കോട് ബീച്ചിലൊക്കെ കറങ്ങി നടക്കുമ്പോൾ ഒരുപാട് പ്രകാശ് ചന്ദ്രൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയെങ്കിലും എഴുതണം, എൻ്റെ ഉള്ള കവിതകളൊക്കെ എങ്ങനെയെങ്കിലും ചെയ്യണം, എനിക്ക് ഒരുപാട് ആശയങ്ങളുണ്ട്, അത് സമൂഹമായിട്ട് പങ്കുവയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഈ പ്രാവശ്യം അത് നിങ്ങൾക്ക് സാധിക്കാൻ കഴിഞ്ഞു. കാടരുത് എന്ന ഒരു കവിതയിലൂടെ 7ാം ക്ലാസ് പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തി നിങ്ങളെ അംഗീകരിക്കുമ്പോൾ അവിടെ നിന്നും ഇവിടെ വരെ എത്തിയ ദൂരവും അനുഭവവും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒന്നും അഭിപ്രായം പറയുക. എല്ലാവർക്കും നമസ്കാരം. അനുഭവത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് ധന്യവേങ്ങച്ചേരി പറഞ്ഞ ആ അനുഭവം തന്നെയാണ്. വീണ്ടും അത് തന്നെ പറയേണ്ടതില്ല എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ധന്യ ആ അക്ഷരങ്ങളെയും അല്ലെങ്കിൽ ആ ഒരു ഗോത്രഭാഷയും നേരിട്ട ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. അത് തന്നെയാണ്, ആ വഴിയിലൂടെ തന്നെയാണ് നമ്മളുടെ കടന്നുപോക്കും ഉണ്ടായിരുന്നത് എന്ന് തന്നെ പറയാം. മറിച്ച് എനിക്കൊരുപാട് നല്ല വാക്കുകൾക്കപ്പുറത്തേക്ക് തെറി വാക്കുകളാണ് കൂടുതൽ സമ്മാനമായിട്ട് കിട്ടിയിട്ടുള്ളത്. എൻ്റെ ഭാഷയിൽ നിന്ന് തന്നെ എൻ്റെ ഞാൻ കുടികൊള്ളുന്ന എൻ്റെ ഗോത്രത്തിൻ്റെ അകത്തു നിന്ന് തന്നെ എൻ്റെ ഭാഷയെ ഞാൻ അടയാളപ്പെടുത്താൻ ശ്രമിക്കുമ്പം എന്നെ കുറ്റപ്പെടുത്തിയ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എനിക്കൊന്നും നാണവും മാനവും ഇല്ലേ എന്ന് ചോദിച്ച കുറേ മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നും എൻ്റെ ഭാഷയെ എങ്ങനെയെങ്കിലും എൻ്റെ ഗോത്രത്തിൽ ഇപ്പം എൻ്റെ ഭാഷ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളത് പാതിയിൽ ചത്വരൻ ഭാഷയിലാണ് എൻ്റെ ജീവിതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എൻ്റെ ഭാഷയുടെ പാതിയും ചത്തുപോയി ആ കാലത്താണ് ഞാൻ ജീവിക്കുന്നത്. എവിടെയാണ് ആ വാക്കുകൾ എവിടെയാണ് ഉള്ളത്, അതിനെ തേടി അന്വേഷിച്ച് പോകണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതും ഉണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ആ ഭാഷയെ അടയാളപ്പെടുത്തണം എന്നുള്ള വലിയ സ്വപ്നം തന്നെയാണ് ഇങ്ങനെ എഴുതാനുണ്ടായിരുന്നത്. മലയാളത്തിൽ തന്നെയാണ് ആദ്യത്തെ കവിതയൊക്കെ എഴുതിക്കൊണ്ട് വന്നിരുന്നതും. ഒരുപാട് സാഹിത്യ കൂട്ടായ്മകളിൽ ഒത്തിരി കവിതകൾ ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് മക്ക എന്ന് പറയുന്ന എൻ്റെ മലവേട്ടു ഗോത്രഭാഷയിലൂടെ മക്ക എന്ന കവിത വരികയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നല്ല നിലവാരത്തിലാണ് പിന്നെ ഭാഷയിലൂടെ കവിത വന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിനുശേഷം പിന്നെ കാടകത്തിൻ്റെ പുറത്തു നിന്ന് കാടകത്തെ നോക്കിക്കണ്ട് എഴുതുന്ന കവിതകളാണ് നാം കണ്ടിട്ടുള്ളത് കാടുകളെക്കുറിച്ച്. പക്ഷേ എൻ്റെ കവിതകളെന്ന് പറയുന്നത്
കാടിനോട് സംവദിച്ചും കാടിനോട് കിന്നരിച്ചും കാടിനോട് എനിക്ക് കാട് പറയുന്ന വർത്തമാനങ്ങൾ കേൾക്കാനും അവിടുത്തെ കരിയിലകൾ പറയുന്നത് കേൾക്കാനും ഞാൻ പറയുന്നത് അറിയാനും പറ്റുന്ന കാടുകളിൽ നിന്നാണ് എൻ്റെ കവിത സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാടിൻ്റെ ഓരോ അനക്കങ്ങളെയും പിന്നെ കാടകത്തിനെ കുറിച്ച് കൂടുതൽ കവിതകൾ വരുമ്പം എപ്പോഴും ഞാൻ പ്രകാശ് എന്ന് പറയുന്ന അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു പേരിന് വലിയൊരു കാന്തിയും ഇതൊക്കെ സൃഷ്ടിക്കാൻ എൻ്റെ ഓരോ നേട്ടങ്ങളിലും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിലൊക്കെ തന്നെ വലിയ സന്തോഷിക്കുന്ന മറ്റൊരു ആൾ കൂടിയാണ് സുകുമാരൻ. ഈ വേദിയിൽ എനിക്ക് പറയാൻ വലിയ ആഗ്രഹത്തോടെ പറയുന്നതാണ് സുകുമാരൻ ചാലികഥ എന്ന് പറയാം. ആ ഒരു മനുഷ്യനാണ് എന്താ പറയുക എൻ്റെ എഴുത്ത് വഴിയിൽ എനിക്ക് എന്നും ശക്തിയും ഊർജ്ജമൊക്കെ ആയിട്ട് മുന്നോട്ട് നിന്നിട്ടുള്ളത്. അത് നമ്മൾ സന്തോഷിക്കുന്ന സമയം കൊണ്ട് മാത്രമല്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത തളർന്നിരിക്കുന്ന സമയത്ത് പോലും ആ ഒരു മനുഷ്യൻ നമ്മളെ വിളിച്ച് വാക്കുകൾ കൊണ്ട് ഓരോ ദിവസത്തെ ഫോൺ കോളിലും വാക്കുകൾ കൊണ്ട് ഒരു കവിതയെ പെറ്റിട്ട് തിരിച്ചു പോകുന്ന ഒരു പച്ച മനുഷ്യനാണ് സുകുമാരൻ ചാലികഥ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു നിമിഷം. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഭാഷ എങ്ങനെ എഴുതണം, അതങ്ങനെ തന്നെ എഴുതി വെക്കണം, അല്ലെങ്കിൽ നാളേക്ക് വേണ്ടി അടയാളപ്പെടുത്തേണ്ടത് ഞാൻ തന്നെയാണ് എന്നുള്ള ബോധത്തോടു കൂടിയാണ് ആ കവിത എൻ്റെ ഭാഷയിലൂടെ തന്നെ എഴുതണം എന്നുള്ളത് ഉറപ്പിച്ചത്. കാടാരതെന്ന് പറയുന്ന കവിത പാഠപുസ്തകത്തിൽ വന്നതിന് ശേഷം എന്താ പറയുക, എന്നെ ഒരുപാട് കല്ലെറിഞ്ഞ മനുഷ്യരും എന്നെ കുറ്റപ്പെടുത്തിയ മനുഷ്യരും ഏറ്റവും വലിയ സന്തോഷം നാണോ മാനോ ഇല്ലേ എന്നൊക്കെ ചോദിച്ച മനുഷ്യരെ ഈ ഭാഷ എന്നെ പെറ്റ ഭാഷയാണെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കവിത വരുന്നതിന് മുമ്പും ഞാൻ നടന്നു പോകുന്ന സമയത്തൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കൽപ്പടവിലൊക്കെ ഇരിക്കാറുണ്ട്, നാട്ടുകാരൊക്കെ. അപ്പം ഞാൻ റേഷൻ മേടിച്ചിട്ട് പോകുന്നതാവാം, അല്ലെങ്കിൽ ഞാൻ സാധനം മേടിച്ചിട്ട് പോകുന്നതാവാം. ആ സമയത്തൊക്കെ എന്നെ കാണുമ്പോൾ ഇവന്മാർ കുടിച്ചിട്ടൊക്കെ ഉണ്ടാവും ചിലവർ. അന്നേരം എന്നെ കാണുമ്പോൾ അവർ പറയുന്ന മറ്റൊരു ഡയലോഗാണ്, അടുത്ത വർഷത്തെ കവിത പുരസ്കാരത്തിന് അർഹനായ മഹാകവി പട്ടം വരുന്നുണ്ട്, എഴുന്നേറ്റ് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ആകമാനം ചീഞ്ഞ മുട്ടയ്ക്കെറിയുന്നത് പോലെ കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. അതിനും വലിയ സന്തോഷമാണ്. ഇന്ന് ഞാൻ അവരോട് പറയാതെ തന്നെ ഞാൻ നടന്നു പോകുമ്പോൾ ഓടി വന്ന് എഴുന്നേറ്റ് നിന്ന് ചേർത്ത് പിടിക്കാറുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അതിനപ്പുറത്തേക്ക് കാടാരത് കവിത വരുന്നതിനപ്പുറത്തേക്ക് ഞാൻ നിങ്ങളെന്നെ അറിയുന്നത് എന്ന ഒരു കവിത കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു എങ്ങനെയായാലും ആ ഒരു ഭാഷയിൽ തന്നെ എന്നെ അറിയണം എന്നുള്ളതാണ്. അപ്പം നിങ്ങളെന്നെ അറിയുന്നത് എൻ്റെ ഭാഷയിൽ തന്നെ എന്നാണ് ആ കവിത പരാമർശിച്ചുകൊണ്ട് പോകുന്നതും. അത് സത്യമാണ്. ഇന്ന് കേരളത്തിലെ കുട്ടികളെല്ലാം പഠിക്കുന്നതും അറിയുന്നതും ഈ പ്രകാശ് ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് കാസർഗോഡിൻ്റെ മലവേട്ട് ഗോത്രമായിട്ടുള്ള ഗോത്രഭാഷയിലൂടെ തന്നെയാണ്. അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എഴുത്ത് വഴിയും ഇതൊക്കെ എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ സംസാരിക്കാമെന്നുള്ളതാണ്. കവിത നന്നായി ചൊല്ലുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പിന്നെ എൻ്റെ ഏറ്റവും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മറന്നു പോവുക എന്നുള്ളതും കാഴ്ച പോവുക എന്നുള്ളത് എന്നെ അലട്ടുന്ന രണ്ട് പ്രശ്നമാണ്. അതാണ് ഞാൻ നിർത്തി പറയുന്നത്. ഞാൻ മറന്നു പോകും. ഇപ്പം പറഞ്ഞതൊന്നും ഓർമ്മയിൽ നിൽക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗത്തിലാണ് ഇപ്പം. പിന്നെ ഫോൺ നോക്കി എനിക്ക് കവിതകൾ എങ്ങനെ വായിച്ചാൽ എങ്ങനെ ശരിയാവുമെന്ന് അറിയില്ല. കാരണം രണ്ടിലെയും വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാനൊക്കത്തില്ല. അതിനൊരുപാട് വഴക്ക് പറയുന്ന ഒരു വ്യക്തിയാണ് സുകുമാരൻ ചാലികഥ. അദ്ദേഹത്തോട് ഞാൻ ഇന്ന് രാത്രിയാണ് പറഞ്ഞത്, 2 പുസ്തകമൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, എന്നെ ഹെൽപ്പ് ചെയ്താലേ ചെയ്യാൻ പറ്റും. എനിക്ക് സുഖമായിട്ടും പറയുമ്പോൾ കവിതകൾ വരാതിരിക്കുന്നതിൻ്റെ കാരണം എനിക്ക് അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നില്ല, എഴുതാനുള്ള പ്രയാസമുള്ളത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം പറയുക, വായിക്കുക. ഇവർ കൂടി സംസാരിച്ചിട്ട് കടന്നു പോകുന്ന വർത്തമാനത്തിൽ പറയാം. താങ്ക് യു. അടുത്ത ചോദ്യം എൻ്റെ പ്രിയ ചേച്ചി ബിന്ദു ഉരുളം ചേച്ചിനോടാണ്. ചേച്ചി ആദ്യമായിട്ട് മലയാളം മിഷൻ റേഡിയോ മലയാളത്തിലൂടെയാണ് എനിക്ക് പരിചയമായത്. അതും ഫേസ്ബുക്കിലൂടെ ആയിരുന്നു ഞാൻ കണ്ടത്. സുകുമാരൻ ചാലികഥ ഫേസ്ബുക്കിൽ ഇട്ട് തന്നപ്പോൾ ഞാൻ കണ്ടതാണ്.
അന്ന് മുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. സ്വന്തം ജോലി ഉണ്ടെങ്കിൽ പോലും ഓരോ ഇങ്ങനത്തെ ഉള്ള ഓരോ പരിപാടികളിലും ഓടിച്ചാടി കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും പോലെ ഓടിച്ചാടി എല്ലാ പരിപാടികളും പങ്കെടുത്ത് കിട്ടുന്ന മാഗസിനുകളിലൊക്കെ എഴുതി ചിലത് അവോയ്ഡ് ചെയ്ത് പോയിട്ടുണ്ടാവാം, ചിലത് വന്നിട്ടുണ്ട്, ഒരുപാട് വന്ന് ഇന്ന് ഒരു ചെറിയൊരു നിലയ്ക്ക് നിൽക്കുകയാണ്. അതിനേക്കാൾ ഉപരി എനിക്ക് പറയുന്നത് ബിന്ദു ഇർളം ചേച്ചി ഒരു ടീച്ചറും കൂടിയാണ്. തനത് ഭാഷയിലാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. മലയാളവും പഠിപ്പിക്കണം, തനത് ഭാഷയും പഠിപ്പിക്കണം. ചേച്ചിയോടാണ് ചോദിക്കുന്നത് കേട്ടോ. എൻ്റെ വൈഫും അതേപോലെ തന്നെയാണ്, തനത് ഭാഷയിലും മലയാളത്തിലും പഠിപ്പിക്കണം. ഞാൻ അതിൻ്റെ അവസ്ഥ അനുഭവിച്ചുകൊണ്ട് പറയാണ്. ഈ ഭാഷ അങ്ങോട്ട് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എത്രയോ കഷ്ടപ്പാടുണ്ട്. ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോൾ കവിത എഴുതുമ്പോഴും അതായത് നമുക്ക് ലിപിയില്ലെങ്കിലും നമ്മൾ മലയാളം ലിപി ഉപയോഗിച്ച് കവിത എഴുതുമ്പോഴും നമുക്ക് മലയാളം ലിപിയിൽ നമ്മുടെ ഭാഷയിൽ കവിത എഴുതിയിട്ട് വീണ്ടും അതിൻ്റെ പരിഭാഷപ്പെടുത്തണമെങ്കിലും നമ്മൾ തന്നെ വേണം. കാരണം നമ്മുടെ ഭാഷ നമ്മൾ അറിയുന്നവർക്ക് മാത്രമേ അത് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ കവികളായിട്ട് കവിതകൾ എഴുതുകയും സ്വന്തം കവിത വീണ്ടും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം അനുഭവങ്ങളൊക്കെ ടീച്ചർ വന്നിട്ട് ഒരുപാട് നേരിട്ടുണ്ടാവും. സ്വന്തം അനുഭവങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വിവരിച്ചു തരാമോ? എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ ഈ തൃശ്ശൂർ മണ്ണിൽ വന്ന് ഈ കാവ്യതരംഗിണി ഈ ഗ്രാമികയിൽ എത്തി വിടാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി പറയുന്നു. സ്നേഹവും ഇതിൽ എന്നെ, എൻ്റെ ഭാഷയെ ഈ മലയാള കവിതാ ദിനത്തിൽ ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന മലയാണ്മ ഒരുപാട് സന്തോഷവും കടപ്പാടും നന്ദിയൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായി എഴുതുന്നതെന്ന് പറയുമ്പോൾ കവിതയായിട്ടല്ല. അതായത് എൻ്റെ വീട് വയനാട്ടിലാണ്. വയനാട്ടിലെ ഇരുളം എന്ന് പറയും. കുറച്ച് പേര് പറയും ഇരുളർ ഭാഷയിലാണോ എഴുതുന്നത് എന്നൊക്കെ സംശയം ചോദിക്കുമായിരുന്നു. അല്ല, ഞാൻ കാട്ടുനായ്ക്ക സമുദായ, അതായത് നങ്കമാത്ത് എന്ന് പറയും ഞങ്ങളുടെ ഭാഷ. ഞങ്ങളുടെ ഭാഷയ്ക്ക് പറയുന്ന പേരാണ് നങ്കമാത്ത്. ആ ഭാഷയിലാണ് മലയാള ലിപി ഉപയോഗിച്ച് എഴുതുന്നത്. ജനസംഖ്യ വളരെ കുറവുള്ള ഏറ്റവും ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടത് തന്നെയാണ് എൻ്റെ സമുദായം. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഗോത്ര പഠന കേന്ദ്രം അതായത് ചെതലയത്ത് ഒരു പഠന കേന്ദ്രമുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ. അവിടെ ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് നമ്മുടെ കുട്ടികളാണ്, പക്ഷേ അവിടെ ഭാഷ അറിയില്ല. അവരെന്നോട് ചോദിച്ചത്, ടീച്ചർ എങ്ങനെയാണ് ഈ ഭാഷ ഇങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെയാണ് ഇത് നിലനിർത്തിക്കൊണ്ടു പോവുക എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് തോറും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും എന്നാണ് പറഞ്ഞത്. ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് മരിച്ചു പോകും. ഒരിക്കൽ കേരളത്തിലാകെ ഞങ്ങൾ ഗോത്രബന്ധു ഈ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു സംവാദം ഉണ്ടായപ്പോൾ എൻ്റെ ഭാഷയ്ക്ക് വേണ്ടി വാദിച്ചത് ഞാനായിരുന്നു. ഞാൻ തീർത്തും പറഞ്ഞു, ഇത് പ്രയോഗിച്ചില്ല എങ്കിൽ മരിച്ചു പോകും, ഈ ജനത തന്നെ ഇല്ലാതായിപ്പോവും. അത് നിലനിർത്തണം എന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കവിതയിലോട്ട് വന്നത്. അതിനൊരുപാട് എൻ്റെ ഗുരുക്കന്മാർ സഹായിച്ചിട്ടുണ്ട്. കവിതയിലോട്ട് എന്നെ എറിഞ്ഞത് ഇദ്ദേഹം തന്നെയാണ്, ചാലികദ്ദ, ഞങ്ങളെല്ലാവരെയും. അപ്പോൾ അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഈ സാധാരണയായി ഇത് ചെയ്യാറുണ്ട്, പണ്ടൊക്കെ ഈ വാറ്റുമായിരുന്നു. ഒന്നും പറയാൻ പാടില്ല, എങ്കിലും പറയാം. ആ വാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരവസരത്തിൽ ഞാൻ MRS റെസിഡൻഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ കാലത്ത് വെക്കേഷന് വരുമ്പോൾ അപ്പോൾ
ശ്വാസം മുട്ട് പോലെ വീട്ടിൽ വന്നിട്ടും ഒന്ന് കളിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരവസരം. അങ്ങനെയാണ് സ്കൂൾ കലോത്സവം വരുന്നത്. ആ സ്കൂൾ കലോത്സവത്തിൽ എനിക്ക് ഓരോ ഹൗസ് തിരിച്ചപ്പോൾ എല്ലാ വലിയ വലിയ ആൾക്കാരുടെ മക്കളൊക്കെ നാടകമൊക്കെ എഴുതി കൊണ്ടുവന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആർക്കും നാടകമോ അങ്ങനെയൊന്നും അറിയില്ല. അപ്പം ഞാനൊരു കുട്ടി ധന്യ എന്ന് പറയുന്ന കുട്ടി, അവളെ കൂട്ടി ഒരു നാടകം എഴുതി. അത് പകുതി മലയാളവും പകുതി എൻ്റെ ഭാഷയുമായിരുന്നു. അതാണ് എൻ്റെ എഴുത്തിലെ ആദ്യത്തെ തുടക്കം. സ്ത്രീ ശക്തി എന്നാണ് അതിൻ്റെ നാടകത്തിൻ്റെ പേര്. ആ നാടകത്തിൽ ഏറ്റവും നല്ല നാടകവും അതിൽ അഭിനയിച്ച കുട്ടി ഏറ്റവും നല്ലൊരു അഭിനേതാവുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അത് എൻ്റെ ജീവിതത്തിലെ ഒരു എഴുത്തിൻ്റെ ഒരു പ്രചോദനമായിരുന്നു. പിന്നീടാണ് ഞാൻ കവിത പാടും, ഏതൊരു കവിതയും ഞാൻ ചൊല്ലുമായിരുന്നു. അത് ഡയറികളിൽ എഴുതി വെക്കും. അത് പിന്നെ ആർക്കും കാണിക്കൂല. അങ്ങനെ മറച്ച് വെച്ച് അതിനു മുമ്പേ പാടും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വന്നതാണ്. ഈ കൊറോണ കാലത്താണ് ഞാൻ ഈ കവിത ഇങ്ങനെ എഴുത്തിലേക്ക് ഇങ്ങനെ വരുന്നത്. അങ്ങനെ കൊറോണ കാലത്ത് ഓൺലൈൻ സ്റ്റഡി സമയത്ത് കുട്ടികൾക്ക് കുറച്ച് തുടർ പ്രവർത്തനങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കണ്ടേ, അപ്പോൾ ഇങ്ങനെ എഴുതി പാടിയിട്ടാലോ, അങ്ങനെ പാടിയിട്ടതാണ് എൻ്റെ ആദ്യത്തെ ഒരു പാട്ട് കവിത. അപ്പോൾ ആ പാട്ട് കവിതയിലൂടെ എന്നെ അറിഞ്ഞ്, അങ്ങനെ പ്രിയപ്പെട്ട സുഗു അറിഞ്ഞ്, വിനു അറിഞ്ഞ്, അങ്ങനെ ആണ് പട എന്ന സിനിമയിൽ എൻ്റെ ഭാഷയെ ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിയത്. ഒരിക്കൽ പോലും എൻ്റെ പാട്ടുകൾ സിനിമയിലോ നാടകത്തിലോ ഒന്നും വന്നില്ലായിരുന്നു. പാലക്കാട് നാടക കൂട്ടായ്മയുടെ ഒരു കുഴിയാനപ്പറവകൾ എന്ന നാടകത്തിലും തൃശ്ശൂർ രവിവർമ്മ വായനശാലയുടെ കെയർ ഓഫ് ഒരു ഇതും നമ്മൾ അതിജീവിക്കും, അതായത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ അവർക്കൊരു കൈത്താങ്ങായിട്ട് ഞങ്ങൾ ചെയ്തൊരു നാടകമാണ് ഇതും നമ്മൾ അതിജീവിക്കും. അതിന് ചാക്കോടി അന്തിക്കാട് മാഷൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇത് ഈ സിനിമയിലും നാടകങ്ങളിലും അങ്ങനെ ഓരോ വേദികളിലും എൻ്റെ ഭാഷയെ രേഖപ്പെടുത്താൻ കഴിയുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. ഒരിക്കൽ സ്കൂളുകളിൽ പറഞ്ഞിട്ടുണ്ട്, മലയാളം മാത്രമേ പറയാവൂ, നമ്മുടെ ഭാഷ സംസാരിക്കാൻ പാടില്ല, മലയാള ഭാഷ പറയണം. ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് എൻ്റെ ഭാഷ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത്. കാരണം എൻ്റെ അമ്മ എൻ്റെ ഭാഷ ആണ്. മാതൃഭാഷ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പഠിച്ചത് മലയാള ഭാഷ എന്നാണ്. പക്ഷേ പിന്നീടാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഭാഷ തന്നെയാണ് എൻ്റെ അമ്മ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്കൊക്കെ ഞാൻ സാധാരണ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സംസാരിക്കാറൊന്നുമില്ല, എന്നാലും അടുത്ത റൗണ്ടിൽ കവിത ചൊല്ലാം. പിന്നെ എന്തായാലും മലയാള ഭാഷത്തോടൊപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ പലതരം ഗോത്രങ്ങളുണ്ട്. നമ്മുടെ വ്യത്യസ്തമായ ഗോത്രങ്ങളാണ്, വ്യത്യസ്തമായ രീതികളുണ്ട്. അപ്പോൾ ധന്യയുടെ കവിതയായിരിക്കും എല്ലാം ഒരു കുടക്കീഴിലാണ് എങ്കിലും ഞങ്ങൾ വ്യത്യസ്തത പുലർത്തുന്നുണ്ട് എന്ന് കൂടി എല്ലാവരും തിരിച്ചറിയണം എന്ന് ഒരു ആഗ്രഹത്തോടു കൂടി നിർത്തുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു. അടുത്തതായി സോമരൻ ചാലകഥ ചേട്ടനോട് ചോദിക്കുകയാണ്. ചേട്ടൻ്റെ കവിതകൾ എല്ലായ്പ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. തുടരാതെ മാസങ്ങളോളം ആഴ്ചകളോളം എല്ലാ ഭാഗത്തും ഏതെങ്കിലും മാഗസിനിൽ വരും. വളരെ സന്തോഷമുണ്ട്. എന്നിരുന്നാലും ഞാൻ കുറച്ച് ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ, ഒരു 2 വർഷത്തിൻ്റെ ഇടയിലൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പട്ടാമ്പി കവിതാ കാർണിവലിൽ വെച്ചിട്ട് ഒരു കവിത, അതായത് നമ്മുടെ ഈ വേദിയിൽ നമ്മുടെ സഹകവികളായ എല്ലാവരും കവിതകൾ എഴുതും, നമ്മുടെ ഭാഷയിൽ തന്നെ കവിതകൾ എഴുതും, അതായത് അവരവരുടെ ഭാഷകൾ കവിതകൾ എഴുതും, മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യും. പക്ഷേ അത് കൂടാതെ വേറൊരു വ്യത്യസ്തമായിട്ട് കേരളത്തിൽ തന്നെ ഇത്രത്തോളം ഗോത്രകവികൾ ഉണ്ടായിട്ട് പോലും താങ്കൾ ഒരു വ്യത്യസ്തപരമായിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ചൊല്ലൽ കവിത. നമ്മുടെ കേരളത്തിലെ പ്രിയ കവി രാമമാഷിൻ്റെ ഒരു സ്നേഹം കൊണ്ട് ലഭിച്ച കുറച്ചു നേരം 1 മണിക്കൂറോളം ഉള്ള ഒരു ഭാഗമായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് കൂവൽ കവിത ചൊല്ലിയത്. നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ ഒന്ന് കേട്ടിട്ടുണ്ട്, സുബൈദ ടീച്ചർ. അപ്പോൾ
ആ കവിത അത്രത്തോളം വലിയൊരു കവിതയായിട്ട് എനിക്കറിയില്ലായിരുന്നു. ഇത് വലിയ കവിതയാവോ ചെറിയ കവിതയാവോ എന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് കേരളത്തിൽ 6-മത്തെയോ 12-മത്തെയോ കൂവൽ കവിത എഴുതുന്ന ഒരു കവിയായി മാറിയെന്ന് ഒരു വലിയൊരു എഴുത്തുകാരൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ നമുക്ക് ഇത്തരത്തിലൊന്നും അറിയില്ല. നമ്മൾ എഴുതുന്നതൊക്കെ ലോക കവിതയാണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന കവിതയാണോ ഒന്നും അറിയില്ല. അങ്ങനെ എഴുതി പോകുന്നതാണ്. അപ്പോൾ ഈ കൂവൽ കവിത എന്ന് പറഞ്ഞത് ശബ്ദത്തിൻ്റെ ഒരു കുടുംബമാണ് ആദിവാസികൾ. കാര്യം അവർക്ക് മെല്ലെ ഈ മലയാളികൾ ഒരു മെല്ലെ സംസാരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. മലയാളി എന്ന് പറഞ്ഞാൽ കേരളീയർ മെല്ലെ സംസാരിക്കുന്ന ഒരു രീതി. നമ്മൾ പുറം സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആദിവാസി താഴെത്തട്ടിലുള്ള ആദിവാസി അവരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ശബ്ദങ്ങളെ അവരുടെ സംസാരങ്ങളെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഭയങ്കര ഒച്ചത്തിലേ സംസാരിക്കുള്ളൂ, അവർ ഒച്ചത്തിലേ ചിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പുറത്തുള്ള മാന്യന്മാരായ മറ്റു പലരും അത് വിചാരിക്കും അവർക്ക് ഭ്രാന്താന്ന്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ നന്നായിട്ട് അമ്മയോടും ഒച്ചയിലേ സംസാരിക്കുള്ളൂ, അച്ഛനോടും ഒച്ചയിലേ രാത്രിയായാലും പകലായാലും സംസാരിക്കും. നമ്മൾ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ടൊന്ന് വരുമോ എന്നൊക്കെ ഇത്തരം ശബ്ദത്തിൽ പറയുന്നതൊന്നല്ല. ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയട്ടോ. ഇത്ര ഒച്ചയിലാണ് പകലും രാത്രിയൊക്കെ സംസാരിക്കുക. അപ്പോൾ പുറത്ത് വഴിയിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ പറയും അവൻ്റെ വീട്ടിൽ വഴക്കാന്ന്. കാരണം ഈ പറയുന്നവർ പൊട്ടന്മാരാണ്. ഇവർ ഒളിച്ചു വെച്ചിട്ടാണ് ചെറിയ വലിയ ഭാഷയെ വലിയ സംസാരത്തെ ചെറുതാക്കി വെച്ച് ഒളിപ്പിച്ച് വെച്ച് അവർ നടക്കുന്നത്. നമുക്ക് ഒളിയുമില്ല മറയില്ല, നമുക്കെല്ലാം പ്ലെയിനായിട്ട് എവിടുന്നും വേണമെങ്കിലും നമ്മളോട് സംസാരിക്കാം, ഒച്ചയിൽ സംസാരിക്കാം, ചിരിക്കാം. ഇന്നലെ കോഴിക്കോട് നിന്ന് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു. ഒരുപാട് മലയാളികൾ തീവണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ കാത്തു നിൽക്കുന്നു. 4:10 ട്രെയിനിന്. ഒരു 5 സ്ത്രീകൾ, 3-4 ആളെ കാണുന്നില്ല. ഒരു ചേച്ചി ഫോൺ വിളിച്ചുകൊണ്ട് ഒച്ചയിൽ പറയാ, ഹിന്ദിയിൽ പറ. ആ കുട്ടിയുടെ പേരെന്തോ പറഞ്ഞു, ജിനുവോ എന്ന് പറ. ആ ചേച്ചി വിളിക്കുക, ജിനു ആവോ, എന്താ വെച്ചാൽ ചിരിച്ചോണ്ട് പറയുന്നത്, കക്കാന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് ഇവർ സംസാരിക്കുക. അത്രയും ജനക്കൂട്ടം, 100 ആൾക്കാരുടെ ഇടയിൽ. അപ്പോൾ ബാക്കി എല്ലാവരും ഇവരെ കൗതുകത്തോടെ നോക്കുവാണ്. ആ കൗതുകമാണിപ്പോൾ ഞാനും എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരും ഒക്കെ. എന്നാൽ വലിയ സംസാരമുള്ളവരെ മറ്റുള്ളവർ കൗതുകത്തോടെ നോക്കൂ. അത് വേറൊരു സുഗന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സുന്ദരമായ പൂക്കളായിരിക്കാം. അപ്പം അത്തരത്തിലുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഇത്തരത്തിലുള്ളൊരു കവിത പുറപ്പെട്ടു വരുന്നത്. കാരണം എന്താ, ഞങ്ങളുടെ ആചാരപരമായിട്ടാണെങ്കിലും ഞങ്ങൾ പാടുന്ന പാട്ടാണെങ്കിലും ഞങ്ങൾ നൃത്തം ചെയ്യുമ്പോഴൊക്കെ കാറി കൂവാറുണ്ട്, ഒച്ചയിൽ കൂവാറുണ്ട്, ഒച്ചയിൽ പാടാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഈ ശബ്ദങ്ങളെ കാവ്യരൂപത്തിലേക്ക് അല്ലെങ്കിൽ ഞാൻ കവിത എഴുതാനും മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പോയി പഠിച്ചിട്ടില്ല. അതിനായിട്ടൊരു പഠന സ്കൂളിലേക്ക് പോയിട്ടില്ല. സ്വന്തമായിട്ട് തന്നെ നമ്മുടെ വാമൊഴി സാഹിത്യത്തിൽ നിന്ന് അവരുടെ ആ ചലനങ്ങളും അവരുടെ ശബ്ദങ്ങളും അവരുടെ ഒരിക്കലും കിട്ടാത്ത വാക്കുകളൊക്കെ ചേർത്ത് വെച്ച് ഇത്തരത്തിലേക്ക് കവിതകളെ മാറ്റി വെച്ചത്. അത് ഈ ചൊൽക്കവിതയായിട്ടും മറ്റ് പലതരത്തിലുള്ള ശബ്ദങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ചേർത്തുകൊണ്ട് ആൾക്കാരെ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഞെട്ടിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടും ഞാൻ പലതരം മരുന്നുകൾ ചേർക്കാറുണ്ട് അതിലേക്ക്. ഇപ്പം നമ്മൾ കറിയിലേക്ക് ഉപ്പ് ചേർക്കുന്ന പോലെ, ഉപ്പില്ലെങ്കിൽ നമ്മൾ വഴക്ക് പറയില്ലേ? അപ്പോൾ നല്ല ചോറിലേക്ക് കുറച്ച് ഉപ്പിടും, അല്ലെങ്കിൽ നല്ല കറിയിലേക്ക് കുറച്ച് ഉപ്പോ എരിവോ കൂട്ടിയിടും. അപ്പം എന്താക്കും,
നമ്മുടെ ഞാൻ എഴുതുന്നതോ അല്ലെങ്കിൽ ഇവരെഴുതുന്നതോ മറ്റു പല ആൾക്കാരും എഴുതുന്ന കവിതകൾ കുറച്ചും കൂടി നല്ല മുന്നോട്ട് അത് വളരുകയും അതിനെ പല ആൾക്കാരും വായിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഒരു ഇങ്ങനെയുള്ള ചൊൽക്കവിത. കാരണം അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ ഈ അടുത്ത് നമ്മൾ കേരള സാഹിത്യ അക്കാദമിയുടെ ഫെസ്റ്റിവൽ സമയത്ത് വിദേശ രാജ്യങ്ങളിൽ വന്ന കുറച്ച് കവികൾ പെർഫോമിങ് കവിത ചൊല്ലിയിരുന്നു. അവരുടെ കവിത എന്ന് പറയുന്നത് പെർഫോമിങ് പാട്ട് രൂപത്തിൽ ഉള്ള കവിതയാണ്. അത് നമ്മളെ പറച്ചിലല്ല. അവരിങ്ങനെ പാടി വന്റെ 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 മാ പൂവേ മറ പുള്ളു 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 അമ്മാലെ കുറുമച്ചി ഇത്തരത്തിലുള്ള പെർഫോമിങ് അവർ ചെയ്തായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മളും ചെയ്യുന്നുണ്ട്. ഞാനത് അത്തരത്തിലേക്കൊന്ന് പിന്നെ പണ്ട് മുതലേ എഴുതിക്കൊണ്ടിരിക്കും തന്നെ എടുത്തു നോക്കിയാണ്. അപ്പം നമ്മുടെ പാട്ടായാലും നമ്മുടെ ചരിത്രമാണെങ്കിലും ശബ്ദമെല്ലാം ഇത്തരത്തിലുള്ളൊരു രീതിയിൽ പോകുന്നത് കൊണ്ട് ഞാനും ആ രീതിയിലുള്ള ഒരു കവിത അത് ഒരു വേറെ പുസ്തക രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനും മറ്റുള്ള കവിതകൾ അത് വേറൊരു പുസ്തകത്തിലേക്ക് മാറ്റിയെടുക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായി പെർഫോമിങ് ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കൂടിച്ചേർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു പുതിയൊരു കവിത വരുന്നുണ്ട്. അതിൻ്റെ പണി പൂർത്തിയായി. ഇത്തരത്തിലുള്ള ഒരു പുതിയൊരു കവിത അത് പബ്ലിഷ് ആയിട്ടില്ല. ഈ ന്യൂ ഇയർ ആകുമ്പോഴത്തേനും അത് ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഒരു 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 എഴുത്താണ് എൻ്റേത്. അപ്പോൾ ബാക്കി സമയമുണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ ആർക്കെ കൊടുക്കട്ടെ, സംസാരിക്കാം. താങ്ക് യു. അടുത്തതായി ധന്യ ചേച്ചിനടുത്ത് വരികയാണ്. ചേച്ചി, നമ്മൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പം ഞാൻ അട്ടപ്പാടിക്കാരനാണ്, നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാ പാട്ടുകൾ, ഞങ്ങളുടെ മാത്രമല്ല കേരളത്തിലിപ്പോൾ നിങ്ങളുടെ മലയാളം സമുദായത്തിലുള്ള പാട്ടും പോലും വന്നിട്ടുണ്ട്, സിനിമവൽക്കരിക്കപ്പെടുന്നുണ്ട്. അതിൽ താളവും എല്ലാം നഷ്ടപ്പെടുകയും ചിലത് ഇടയ്ക്ക് മലയാളം ഭാഷ കടന്നു വരികയും ഇപ്പോൾ നവതലമുറയ്ക്ക് ഇനി വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ ഒറിജിനലായിട്ട് ഉള്ള ഒരു തനത് നമ്മുടെ ഗോത്രഗാനങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളതെന്നാണ് തോന്നുന്നത്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഭാഷ. നമ്മുടെ കുട്ടികൾക്ക്, ഇന്നത്തെ കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും അവരവരുടെ ഗോത്രഭാഷകൾ തന്നെ കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം? രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് നമ്മുടെ കുട്ടികളുടെ ഭാഷ അറിയാത്തതിനെ കുറിച്ച്. അപ്പോൾ ഞാനത് ആദ്യം പറഞ്ഞല്ലോ, അത് തീരെ അറിയാത്തതിനെ കുറിച്ചും. പിന്നെ ഇപ്പോൾ സിനിമയിൽ നമ്മുടെ തനത് ഗാനങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു. ഇപ്പം നിങ്ങൾ എള്ളുള്ളേരി മാണി ആ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇപ്പം മാവില സമുദായത്തിലെ ആ പാട്ടിനെ സംബന്ധിച്ച് അതൊരു നമുക്ക് ഒരു തരത്തിൽ കുറ്റം പറയാതിരിക്കാനും രണ്ട് സാധ്യതയുണ്ട്. ഒന്ന്, സ്വതന്ത്ര ആവിഷ്കാരം എന്ന നിലയിൽ ആ പാട്ടിനെ എടുത്ത് ആവിഷ്കരിക്കുകയാണ് സിനിമയിൽ ചെയ്തത്. അപ്പോൾ ആ തരത്തിൽ ആ പാട്ടിനെ ഉപയോഗിച്ചപ്പോഴുള്ള മറ്റ് പ്രത്യേകിച്ചും ഗോത്രത്തിനകത്തുനിന്നുള്ളൊരു വൈകാരികമായിട്ടുള്ളൊരു തലമെന്ന് പറയുന്നത് നമ്മുടെ ഗോത്ര നൃത്തങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാട്ടുകളാണ്. എനിക്ക് തോന്നുന്നു ആ പാട്ട് എള്ളുള്ളേരി എന്ന് പറയുന്ന ആ പാട്ട്, മംഗലം കളി എന്ന് പറയുന്ന നമ്മളെ ഇപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗോത്ര നൃത്തത്തിലൊന്ന് മലവെട്ടുവ മാവില സമുദായത്തിൻ്റെ മംഗലം കളിയാണ്. അപ്പോൾ മാവില സമുദായമാണ് എള്ളുള്ളേരി എന്ന് പറയുന്ന ഈ പാട്ട് ഉപയോഗിക്കുന്നുള്ളത്. അത് നമ്മൾ ഓളേരി മാണി നങ്കരെ, ഓളേരി മാണി നങ്കരെ, മാണി നങ്കര
ಕೊಡುಗೆ ಎಣ್ಣೆಯ ಮಂಜಲ ಕೊಂಡು ಬರಡು ಮಾನಿನಂಗೆರಗಿ അതെണ്ണയ തളിവ കൊണ്ട് പറടു ചുക്കിട്ടിനങ്കരകി. ഇങ്ങനെ ഈ പാട്ട് പോവാണ്. ഒരു പെൺകുട്ടി ഋതുമതി ആവുന്ന അവസരത്തിൽ അവൾക്ക് നടത്തുന്ന ചടങ്ങുകളെക്കുറിച്ച് വിവരിക്കുന്ന പാട്ടുകളാണ്. കല്യാണ മംഗലങ്ങളിൽ എന്ന് പറയുമ്പോൾ ഈ വിവാഹാവസരങ്ങളിൽ മറ്റ് ആചാര അവസരങ്ങളിലൊക്കെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കലാരൂപമാണ്. അപ്പോൾ ഈ തരത്തിൽ പക്ഷേ സിനിമയിലൊക്കെ ഈ പാട്ടുകൾ പ്രസൻറ്റ് ചെയ്തപ്പോൾ കള്ളുകുടിച്ച് ആ ഒരു രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട് കാണുമ്പോഴാണ് ശരിക്കും നമുക്കതൊരു വിഷമം തോന്നുന്നത്. അതിൻ്റെ ഒരു വൈകാരിക അടിസ്ഥാനത്തിൽ നമ്മൾ വിഷമം ഉണ്ടാക്കുന്നത് അതിനെ വികലമാക്കി പൊതുമധ്യത്തിൽ അവതരിപ്പിക്കപ്പെട്ട് കാണുമ്പോഴുള്ള ഒരു വിഷമത്തിൻ്റെ പുറത്താണ് അങ്ങനെ പറയുന്നത്. നേരെ മറിച്ച് മറ്റൊരു ഭാഗം ചിന്തിക്കുമ്പോഴാണ് അതൊരു സ്വതന്ത്ര ആവിഷ്കാരം എന്ന നിലയിൽ എടുക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഗോത്രത്തിനകത്ത് നിന്ന് തന്നെയുള്ള ആളുകൾ കുറച്ചും കൂടിയും ഈ പഴയ രീതിയിൽ ഈ പറയുന്ന പോലെ ഭാഷ ആരും കൈകാര്യം ചെയ്യുന്നില്ല. നമ്മൾ അതിനകത്തുള്ള പാട്ടുകളായാലും കഥകളായാലും നമ്മൾ തന്നെ അതിന് സ്വീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഈ പുതിയ തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ആ ഒരു രീതിയും കൂടി നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാനും ഇപ്പോൾ സുഖുവേട്ടൻ പോയട്രി പെർഫോമൻസിനെ കുറിച്ച് സൂചിപ്പിച്ചു. അപ്പം എനിക്കും പോയട്രി പെർഫോമൻസ് എന്ത് എന്നുള്ള കാര്യമല്ല. നമുക്ക് അൻവർ അലി മാഷൊക്കെ നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത് കാണുമ്പോഴാണ് ഒരു ചിന്ത എന്തുണ്ടായിട്ടുള്ളത്. നമ്മുടെ തനതായിട്ടുള്ള വാദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നാളെ ഇതുവരെ മലയാള കവിതയിൽ മലയാള സാഹിത്യത്തിലടക്കം നമ്മൾ പിന്തുടർന്നിട്ടുള്ള ഒരു കവിത അവതരണം, കവിത ചൊല്ലുന്ന രീതി പിന്തുടരുന്നവയായിട്ടല്ല എനിക്ക് പ്രത്യേകിച്ചും ഗോത്ര കവിതകൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും ബിന്ദു ചേച്ചിയൊക്കെ കവിതകൾ ചൊല്ലുന്നത് കേട്ടാലും സുഖുവേട്ടൻ കവിതകൾ ചൊല്ലുന്നത് കേട്ടാലും അതിൻ്റെ ഒരു ഫീൽ നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ ഒരു വേട്ടയാടുന്നതിൻ്റെ ഇപ്പോൾ നമ്മുടെ അജയേട്ടൻ്റെ കവിതകളിൽ വേട്ടയാടുന്നതിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കും. കാരണം എത്ര ഗൗരവമാണ് നമുക്ക് കവിത വായിക്കുമ്പോൾ നമ്മളൊരു മൃഗത്തെ വേട്ടയാടുന്നതിൻ്റെ ഒരു സൂക്ഷ്മതയുണ്ടാകും. അത്രയും സൂക്ഷ്മതേനെ എല്ലാം നമുക്ക് കൃത്യമായിട്ടും അവതരിപ്പിക്കാനും എല്ലാം നമുക്ക് ഇതിലൂടെ കഴിയുന്നുണ്ടെന്ന്. സുഖുവേട്ടൻ്റെ കവിതകൾ ചൊല്ലുമ്പോൾ നമുക്ക് മറ്റേ പെൺപന്നിയുടെ പാട്ടാണ് തോന്നുന്നു. ആ കവിത ഇതിലും ചൊല്ലുമ്പോഴും അങ്ങനെ പ്രസവിച്ചിട്ട് പോകുന്ന പന്നികളുടെ ആ ഒരു ഫീലും അത് അങ്ങനെയൊക്കെ ആ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് വേറൊരു തരത്തിലാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. അപ്പോൾ വേറെ പ്രത്യേകിച്ചും ഭാഷയുടെ കാര്യത്തിൽ ഇപ്പോൾ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നതും കേരള കവിത എന്ന് കൂടി മലയാള കവിതയല്ല, എനിക്കൊന്ന് രാമമാഷാണ് അങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് മുന്നോട്ട് വെക്കുന്നത് തന്നെ. കാരണം കേരള കവിത എന്ന് മലയാള കവിത എന്നല്ല, കേരള കവിത എന്ന് ഉൾക്കൊള്ളാൻ നമ്മൾ പ്രാപ്തമാവുക എന്നല്ല. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മലയാളം മാത്രമല്ല, മലയാളത്തിനപ്പുറത്ത് മറ്റനേകം ഭാഷകളും കൂടി ഉൾക്കൊള്ളുന്ന ഈ ഒരു ഭൂമികയിൽ കേരള കവിത എന്ന് പറയുന്നതാവും നല്ലത് എന്നൊരർത്ഥത്തിലാണ് രാമമാഷ് ഒരു കാര്യം. അത് നമുക്ക് ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഗോത്ര ഭാഷകളെയും ഒക്കെ ഉൾക്കൊണ്ട് പോകാൻ നമുക്കതിനെ കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് യൂണിവേഴ്സിറ്റി അതുപോലെ ഇപ്പോൾ പ്രകാശേട്ടൻ്റെ കവിതകൾ അടക്കം നമുക്ക് സിലബസുകളിലൊക്കെ വരുന്നു. ഇത് എനിക്കിപ്പോൾ ഇന്ന് പറയാൻ ഒരു കാര്യം, വല്യെന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരമുണ്ട്. സിജു സി മീന ആണ് എഴുതിയിട്ടുള്ളത്. വയനാട്ടിൽ പണിയ ഭാഷയും അതുപോലെ തന്നെ മലയാള ഭാഷയും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പുസ്തകമാണ് വല്ലി. അപ്പം അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കവിത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി എടുത്തു. അപ്പോൾ അത് തിരഞ്ഞെടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയക്ക് വലിയൊരു
പ്രാധാന്യം തന്നെയുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു രീതിയിൽ എഴുത്തുകൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ എല്ലാതരം സന്തോഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഒരു സിലബസിൽ തൻ്റെ കവിത ഉൾപ്പെടുത്തിയതിൻ്റെ സന്തോഷം ഫേസ്ബുക്കിൽ പങ്കുവച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റ് എന്ന് പറയുന്നത് പണിയൻ്റെ കവിത പഠിക്കാൻ വേണ്ടി വന്ന ഒരു ഗതികേട് എന്നുള്ളതാണ്. പൊതുസമൂഹം എങ്ങനെയാണ് ഗോത്രഭാഷയിൽ എഴുതുന്ന അല്ലെങ്കിൽ ഗോത്രത്തിനകത്തു നിന്നുള്ള ആളുകൾ എഴുതുന്നതിനെ നോക്കിക്കാണുന്നത്. അപ്പം അത്തരം നോട്ടങ്ങളുടെ ആവശ്യമില്ല. അങ്ങനെ ഒരു നോട്ടം നമുക്ക് നേരെ നോക്കേണ്ടുന്ന കാര്യമില്ല. കാരണം അത്രയും സമൃദ്ധമായും ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് നമ്മുടെ സർഗ ആവിഷ്കാരങ്ങൾ നടത്താൻ പറ്റുന്നൊരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് എന്താ പറയുക, നമ്മൾ അനുകരിക്കുന്ന ഒരു പരിഗണന, എന്തുകൊണ്ട് ഈ പരിഗണന എന്ന് പറയുന്നൊരു വാക്ക് എന്ന് പറയാൻ കാരണം നമുക്കറിയാം ഇപ്പോഴും നമ്മളെ പോലുള്ള ആളുകൾ മുഖ്യധാരയിലേക്ക് വരാനും സംസാരിക്കാനും ഇടപെടാനും ഒരുപാട് പാടുപെടുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു അത്തരം അനുഭവങ്ങളിൽ നിന്നും വന്നൊരാൾ എന്ന നിലയിൽ കൂടി ഇത്തരത്തിൽ പൊതു ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന മുറിവ് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഇത്തരം അനുഭവങ്ങളും കൂടി ഇതിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ഉണ്ട്. അടുത്ത ചോദ്യം. താങ്ക് യു ചേച്ചി. അടുത്ത ചോദ്യം സുകുമാരൻ ചാലകത്തോടാണ്. നമ്മുടെ ധന്യ ചേച്ചിനോട് ചോദിച്ച അതേ ചോദ്യത്തിൻ്റെ തുടർച്ച തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഈ വേദിയിലുള്ള താങ്കളടക്കം, ബിന്ദുവിലും ഞാനടക്കം, പ്രകാശ് ചന്ദ്രനടക്കം സിനിമയിലും ഗാനരചയിതാക്കളായിട്ടുണ്ട്. അപ്പോൾ ഒരു കവിത എഴുതുമ്പോഴുള്ള അനുഭവവും സിനിമയിലേക്ക് ഗാനരചയിതാവായിട്ട് പോകുന്ന അനുഭവവും അതിലുള്ള എന്തൊക്കെയാണ് വ്യത്യസ്തതകൾ, അതിൻ്റെ നേർസാക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് താങ്കളൊന്ന് വിവരിക്കും. സിനിമയിലേക്കല്ലേ? ഈ സിനിമയിലേക്ക് ഞാൻ 2008 കയറി വരുന്നത്. ഒരു സംവിധായകൻ്റെ സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ വയനാട് ജില്ല നിന്നും ആദ്യമായിട്ട് വരുന്നത്. അദ്ദേഹം എൻ്റെ നാട്ടിലേക്ക് നമ്മളെ തിരഞ്ഞു വന്നതാണ്. അന്ന് ഞാൻ FM റേഡിയോയിൽ അവിടുത്തെ ജോലിക്കാരനായിരുന്നു. എഡിറ്റർ, സൗണ്ട് മിക്സിങ്, മ്യൂസിക് കൊടുക്കൽ, സ്ക്രിപ്റ്റ് എഴുതൽ, ആദ്യത്തെ റേഡിയോ നാടകങ്ങൾ എഴുതി അതിൽ സംപ്രേഷണം ചെയ്യൽ, അവരെ അഭിനയിക്കാൻ വിളിക്കുക, സെലക്ട് ചെയ്യുക, ഓഡിയോ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹം എങ്ങനെയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് എന്നെയും എൻ്റെ സുഹൃത്തിനെയും എറണാകുളത്ത് വന്ന് സ്ക്രിപ്റ്റ് എഴുതാൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി ഞങ്ങളും അത് പഠിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എന്താക്കി, ഞാനും എൻ്റെ സുഹൃത്തും കൂടിയിട്ട് ഡോക്യുമെൻ്ററികൾ ചെയ്യാൻ തുടങ്ങി. സ്വന്തമായിട്ട് ഡോക്യുമെൻ്ററി ചെയ്തു. അത് കഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ്. അവിടുത്തെ ജോലിയിൽ നിന്ന് കിട്ടുന്ന 150 രൂപ 200 രൂപ അന്ന് അങ്ങനെയാണ് പിന്നെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ചെയ്തു വന്നു. പക്ഷെ വലിയ സിനിമയിലേക്ക് എത്താൻ സാധിച്ചില്ല. പിന്നെ സിനിമയിലേക്ക് പാട്ടുകൾ എഴുതാൻ സാധിച്ചു. ഇപ്പോൾ ഒരു പുതിയ സിനിമയ്ക്ക് പാട്ട് കഴിഞ്ഞ 6-7 മാസം മുന്നേ ഒരെണ്ണം എഴുതി നൽകിയിട്ടുണ്ട്. അവർ ഷൂട്ട് തുടങ്ങിയില്ല, അത് തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ 2008 ഒരു ഡോക്യുമെൻ്ററിക്ക് ആദ്യമായിട്ട് ഒരു പാട്ട് എഴുതി. അത് സ്വന്തമായിട്ട് ചെയ്തതാണ്, അല്ലാണ്ടല്ല. പിന്നെ ഒരു ദേശീയ അവാർഡ് സിനിമയിൽ ലഭിച്ച ഒരു സിനിമയിൽ അഭിനയിക്കുകയും ആ സിനിമയിൽ ഒരു നായകൻ്റെ ഡൂപ്പായിട്ട് അഭിനയിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. സിനിമയായാലും ശരി, സാഹിത്യമായാലും ശരി, മറ്റ് നമ്മുടെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളായാലും ശരി, എന്തായാലും സന്തോഷം. താങ്ക് യു. ലാസ്റ്റത്തെ ഒരു ചോദ്യം കൂടി ബിന്ദു ചേച്ചിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. പലപ്പോഴും ഞാനും എഴുതാനിരിക്കുമ്പോൾ എഴുതി കഴിഞ്ഞിട്ട് മലയാളവും നമുക്ക് നമ്മുടെ ഭാഷയിൽ എഴുതിയിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യും. എന്നിട്ട് വായിച്ചു നോക്കുമ്പോൾ ഒരു ഫീലും മനസ്സിൽ കിട്ടും. അതായത് ഈ കൈരളി ടിവിയിൽ ഒരു തമിഴ് പടം ഡബ് ചെയ്ത പോലെ. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്കറിയാം. നമ്മുടെ ഭാഷയുടെ വാക്കുകൾ, അതും മലയാളത്തിൻ്റെ വാക്കുകളും നമ്മുടെ ഭാഷയുടെ വാക്കുകളും ചില വ്യത്യാസങ്ങളുണ്ട്. ചിലപ്പോൾ
അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ തെറിവാക്കായിരിക്കും. അത്തരം അനുഭവങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ കുഴിയാനപ്പറവകൾ എന്ന നാടകത്തിന് ഗോത്ര കവിതകൾ എഴുതിയപ്പോൾ അതിലൊരു വാക്ക് ഗുബ്ഷി ഗുബ്ഷി കട്ടത്താള് മനമാട് കുഴിയാനയോട് പറയാണ്, കുഴിയാനെ മുളച്ചോടുള്ള മുള ഇങ്ങനെ മുളച്ചോട്ടിൽ വീടുണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ രവി സാർ എന്നോട് പറഞ്ഞു അതെങ്ങനെ മാറ്റും ബിന്ദു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മാഷേ അത് അതേപടി ഗുബ്ഷി ഗുബ്ഷി കട്ടത്താള് മനമാട് എന്ന് ചേർത്താൽ മതി. എനിക്ക് പറ്റാത്ത വാക്കുകൾ, അതായത് മലയാളത്തിൽ ഉള്ള വാക്കുകൾ ഗോത്രഭാഷയിൽ എല്ലാ വാക്കുകളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഗോത്രഭാഷയിലുള്ള വാക്കുകൾ മലയാളത്തിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കിട്ടാത്ത വാക്കുകൾ അതേ വാക്ക് പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സമയം വളരെ കുറവാണ്, എങ്കിലും എൻ്റെ അവസാനത്തെ ഒരു 2 വരി കവിത. സത്യം പറഞ്ഞാൽ മലയാള ഭാഷയെ പോലെ തന്നെ എല്ലാ ഗോത്രഭാഷകളിലും വാമൊഴികൾ, കഥകൾ, ഐതിഹ്യങ്ങൾ, അങ്ങനെ ഒരുപാട് മലയാള ഭാഷയിൽ പോലെ കടങ്കഥകൾ അങ്ങനെയൊക്കെ ഉള്ള ഭാഷ തന്നെയാണ്, പ്രാദേശിക ഭാഷ തന്നെയാണ് നമ്മുടെ ഭാഷകളെല്ലാം. അതിൽ ഓരോ ആചാരാനുഷ്ഠാന കലകളുണ്ട്. ആ ആചാരാനുഷ്ഠാന കലകളിലെല്ലാം നമുക്ക് ഓരോ വാമൊഴികളുണ്ട്. ഈ വാമൊഴിയെ എന്തുകൊണ്ട് ധന്യ നേരത്തെ പറഞ്ഞതുപോലെ വാമൊഴികളെ മോഡേൺ ആക്കാതെ നമ്മുടെ തനത് വാമൊഴികൾ തനതായ രീതിയിൽ പോവുക എന്നുള്ളത് ഞങ്ങൾ ശരിക്കും ഈ സാധാരണ സുഖവട്ടം പറഞ്ഞ പോലെ പറച്ചിൽ സാധാരണ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ ഒരു ശബ്ദമായി മാറും. അതായത് അങ്ങനെ മാറിയ ഒരു 2 വാമൊഴി പറഞ്ഞുതരാം. സന്തനോടതേ ഊത്തോട്ടലമ്പ സന്തനോടതേ രാജമല്ലികേ ഊത്തോട്ടലമ്പ സന്ത കാണലേ സന്തനോടതേ ഊത്തോട്ടലമ്പ സന്തനോടതേ. ഇത് നമ്മുടെ വാമൊഴികൾക്ക് വരികൾ വളരെ കുറവായിരിക്കും. ഇത്രയൊക്കെയുള്ളത് നമ്മൾ ഏറ്റു പാടും, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് വാമൊഴികളുണ്ട്. ഞങ്ങൾക്ക് കൃഷി സംബന്ധമായാലും ഞങ്ങളുടെ ഓരോ ആചാരം അനുസരിച്ചായാലും ഒരുപാട് വാമൊഴികളുണ്ട്. പിന്നെ ഞാൻ എഴുതിയ ഒരു കവിത പാടാം. ഗൂമേ. ആ മറക്കൊമ്പൂലൊന്തു ഗൂമേ, ഈ മറക്കൊമ്പൂലൊന്തു ഗൂമേ, ഏളിദാദ്യന ആ മറക്കൊമ്പൂലൊന്തു ഗൂമേ, ഈ മറക്കൊമ്പൂലൊന്തു ഗൂമേ, ಏಳಿದಾದ್ಯಾನ ಅಣ್ತಿಂದಾಗ ಪದನವ ನೆಲ್ಲಿಡಿಪ ಕದೆವ ಏಳಿದಾದ್ಯಾನ ಹಸಿ ಹಿಡುತ್ತಾಗ ಆರೋದದೋ ಹೊಟ್ಟೆ ತುಂಬಿದಾಗ ಕಣ್ ತುಂಬಿ ನಗಿದದೋ ಏಳಿದಾದ್ಯಾನ ಮಕ್ಕನು ಕಿರ್ಸದು ಮರಿಗನು ಕಿರ್ಸದು ಅಲ್ಲ ದೈವೇ ಏಳಿದಾದ್ಯಾನ മറലത് തീരിത്ത് മണ്ണുള്ളത് തീരിത്ത് അല്ല ദൈവേ മഴ ബറ മുഞ്ചെ നെല്ലെടുത്ത് വരോ മഴ ബറ മുഞ്ചെ നെല്ലെടുത്ത് വരോ ആ മരക്കൊമ്പൂലൊന്തു ഗൂമി ഈ മരക്കൊമ്പൂലൊന്തു ഗൂമി ഏളിദാദ്യാന. ഇത് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ചേച്ചി. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മലയാള കവിതാ ദിനത്തിൽ കാവ്യതരംഗിണി
ഗ്രാമീണ നടത്തിയ ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരും പങ്കെടുത്തതിൽ വളരെ സന്തോഷം കൊള്ളുന്നു. ഇങ്ങനെ ഒരു സദസ്സ് ഒരുക്കി തന്ന സംഘാടന സമിതിക്ക് ഞങ്ങളുടെ പേരിൽ എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇതൊരു സംവാദ വേദിയായിട്ട് ഉണ്ടായിരുന്നില്ല. പരസ്പരം അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ചർച്ച വെച്ചു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംവാദം ഇല്ലാത്ത രീതിയിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടി നടന്നതായി ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ ഏറെ സന്തോഷം കൊള്ളുന്നു. നന്ദി. താങ്ക് യു.